ഹെയർ സ്റ്റൈൽ എങ്ങനെ അച്ചീവ് ചെയ്യാം. ലെയർഡ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ നിങ്ങളുടെ ഹെയറിനെ കൂടുതൽ ഫുള്ളറും തിക്കറും ആക്കി കാണിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എസ്പെഷ്യലി നിങ്ങൾക്ക് ഫൈൻ അഥവാ തിൻ ഹെയർ ആണ് ഉള്ളതെങ്കിൽ, തിക്കായിട്ടുള്ള ഹെയർ ആണ് നിങ്ങളുടെ ഹെയർ ഗ്രോ ഔട്ട് ചെയ്യുമ്പോൾ വളരെ ബൾക്കി ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഈ ബൾക്ക് കുറയ്ക്കാനും ലെയർഡ് ഹെയർ സ്റ്റൈൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുമാത്രമല്ല ഈ ലെയർഡ് ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ഒരുപാട് രീതിയിൽ സ്റ്റൈൽ ചെയ്യാനും കഴിയും. സോ ലെയർഡ് ഹെയർ സ്റ്റൈലിന് വേണ്ട ഒരു ഐഡിയൽ ലെങ്ത് എന്ന് പറയുന്നത് മീഡിയം ലോങ് ഹെയർ ആണ്. ഏകദേശം 8 to 10 ഇഞ്ചസ് ആണ് ഹെയർ ലെങ്ത് വേണ്ടത്. നിങ്ങളുടെ ഹെയർ ഇതിനും ഷോർട്ടർ ആണെങ്കിൽ 1-2 മാസം ഗ്രോ ഔട്ട് ചെയ്യുക, എന്നിട്ട് ആ ലെങ്ത് ആക്കുക. നിങ്ങൾ ബാർബർ ഷോപ്പിൽ പോകുന്നതിന് മുമ്പ് തന്നെ കുറച്ച് പ്രപ്പ് വർക്കുകൾ ചെയ്യാനുണ്ട്. അതിലൊന്നാണ് എങ്ങനെയുള്ള ടൈപ്പ് ലെയർഡ് ഹെയർ സ്റ്റൈലാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് തീരുമാനിക്കുക. നിങ്ങൾക്ക് വളരെ സബ്റ്റിൽ ആയിട്ടുള്ള ബ്ലെൻഡഡ് ആയിട്ടുള്ള ലെയർഡ് ഹെയർ സ്റ്റൈലാണ് വേണ്ടത്, അതല്ല വളരെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകുന്ന വളരെ ബോൾഡഡ് ആയിട്ടുള്ള ലെയേഴ്സ് ആണ് വേണ്ടത്. ഗൂഗിളിലും പിൻട്രസ്റ്റിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കണ്ടു കഴിഞ്ഞാൽ ആ ഫോട്ടോ സേവ് ചെയ്യാൻ മറക്കരുത്. റെഫറൻസ് ഫോട്ടോ ആയിട്ട് നമുക്ക് ബാർബറിനെ കാണിക്കാനുള്ളതാണ്. ഏത് ടൈപ്പ് ലെയേഴ്സ് ആണ് വേണ്ടത് കണ്ടുപിടിച്ചാൽ അടുത്ത കാര്യമാണ് ബാർബറിൻ്റെ അടുത്ത് പോയി സംസാരിക്കേണ്ടത്. നമുക്ക് ഇന്ന ഹെയർ കട്ടാണ് വേണ്ടത് എന്ന് പറയേണ്ടത് അല്ല. ഇവിടെയാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഫോട്ടോസ് ബാർബറിൻ്റെ അടുത്ത് കാണിച്ചു കൊടുക്കേണ്ടത്. എത്രയധികം സ്പെസിഫിക് ആയി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നോ അത്രയധികം അവരോട് എക്സ്പ്ലെയിൻ ചെയ്യുക നമുക്ക് ഇന്ന രീതിയിലുള്ള ഹെയർ കട്ടാണ് വേണ്ടത്. അടുത്തതായി നിങ്ങൾ നോക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ ഹെയർ ടൈപ്പും ഹെയർ ടെക്സ്ചറും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കേർലി ഹെയർ ആണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹെയർ ടെക്സ്ചറും നിങ്ങളുടെ ഹെയർ ലെയേഴ്സ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും സ്ട്രെയിറ്റ് ഹെയർ ടൈപ്പിൽ നിന്നും. സോ എങ്ങനെ നിങ്ങളുടെ ഹെയർ ബിഹേവ് ചെയ്യുമെന്ന് നിങ്ങൾ ഫസ്റ്റ് ബാർബർ എടുത്ത് പറയുക. നിങ്ങളുടെ ഹെയർ ഫ്രിസി ആണോ, നല്ല രീതിയിൽ കേർലി ചെയ്യുന്നതാണോ, ഏത് ടൈപ്പിലാണ് കൂടുതൽ കട്ടി പിടിച്ചെടുക്കുക, കൂട്ടി കട്ടി പിടിക്കാതെ എടുക്കുക, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ എല്ലാം കീ ആണ്. ഇത് നിങ്ങൾ ബാർബറിൻ്റെ അടുത്ത് പറയണം. എന്നാലാണ് അവർ അതിനനുസരിച്ച് ബെറ്റർ കട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഈ കീ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാർബർ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് നിങ്ങളുടെ ഹെയർ ടെക്സ്ചർ, ഹെയർ ടൈപ്പ്, കേർലി ആണോ ഫ്രിസി ആണോ, എത്ര ഹെയർ ലെങ്ത് ഉണ്ട്, ഇതിനനുസരിച്ച് ഒരു പ്രൊഫഷണൽ അഡ്വൈസ് അവരെന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. ഇന്ന ടൈപ്പ് രീതിയിൽ ലെയർഡ് ചെയ്താലാണ് ഇപ്പോൾ ബെസ്റ്റ് ലുക്ക് കിട്ടുക എന്ന്. ആൻഡ് ഇതേ രീതിയിൽ അവർ തന്നെ നിങ്ങൾ പറഞ്ഞു തരുന്ന അഡ്വൈസ് കിട്ടണമെങ്കിൽ നിങ്ങളൊരു പ്രൊഫഷണൽ ഹെയർ സ്റ്റൈലിസ്റ്റിൻ്റെ അടുത്ത് തന്നെ പോകണം. അപ്പോൾ കുറച്ച് കാശ് സ്പെൻഡ് ചെയ്താലും വേണ്ടില്ല ഒരു പ്രൊഫഷണൽ ഹെയർ സലൂൺ അല്ലെങ്കിൽ ഹെയർ സ്പായിൽ പോയി ഹെയർ കട്ട് ചെയ്യുന്നത് മസ്റ്റാണ് നിങ്ങൾക്കൊരു ബെസ്റ്റ് റിസൾട്ട്സ് കിട്ടണമെങ്കിൽ. സോ ഒരു പ്രൊഫഷണൽ ബാർബർ ആണെങ്കിൽ അവർ നിങ്ങളുടെ ഹെയർ ടൈപ്പ്, ഹെയർ ലെങ്ത്, ഹെയർ ടെക്സ്ചർ എല്ലാം ബേസ് ചെയ്തിട്ട് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്യും. യൂഷ്വലി ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ലെയർ കട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ലുക്ക് കിട്ടുക. യൂഷ്വലി ഒരു പ്രൊഫഷണൽ ബാർബർ ആണെങ്കിൽ ഇവർ നിങ്ങൾ ഉദ്ദേശിക്കുന്നതായിട്ടും കൂടുതൽ ടൈംസ് ഇവരെ ഹെയർ കട്ട് ചെയ്യാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ നിങ്ങൾ ഉദ്ദേശിക്കുന്നതായിട്ടും ബെസ്റ്റ് റിസൾട്ട്സ് ഫൈനൽ ഔട്ട്പുട്ടിൽ കാണണമെങ്കിൽ നിങ്ങൾ ബാർബറിൻ്റെ അഡ്വൈസും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്താലാണ്. ഇനി നെക്സ്റ്റ് ഫേസ് ആണ് ഹെയർ കട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ഹെയർ കട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഹെയർ വാഷ് ചെയ്യുന്നത് രീതിയിലായിരിക്കും. ഇത് വളരെ സിമ്പിളായിട്ട് തോന്നും. ചില സലൂൺസിൽ മാത്രമേ ചെയ്യുകയുള്ളൂ, ഹൈ എൻഡ് സലൂൺസിൽ മാത്രമാണ് നിങ്ങൾ ചിലപ്പോൾ കണ്ടുവരുന്നതെന്നുള്ളതൊക്കെ ഉണ്ടായിരിക്കും. ബട്ട് ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. കാരണം നിങ്ങളുടെ ഹെയർ തോറോലി വാഷ് ചെയ്ത് അതിലുള്ള ഡെർട്ട് എല്ലാം പോയി അതിൽ കൂടുതൽ അടിഞ്ഞെടുക്കുന്ന പ്രൊഡക്ട്സ് എല്ലാം ഉണ്ടെങ്കിൽ ഇതെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങളുടെ ഹെയർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെ ഒരു ക്ലീൻ ഹെയർ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ നാച്ചുറൽ ടെക്സ്ചർ എങ്ങനെയാണെന്നെല്ലാം അസസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കും നിങ്ങളുടെ ഹെയർ ഓരോ പോർഷനിലേക്ക് ഡിവൈഡ് ചെയ്ത് ക്ലിപ്പ് ചെയ്ത് വെക്കുന്നത്. ഇതെല്ലാം പ്രോപ്പർലി നീറ്റ്ലി ഓർഗനൈസ് ചെയ്ത് വെക്കാനാണ്, ഒരു പ്ലാൻ ഉണ്ടാക്കാനാണ്. ഇന്ന സൈഡിൽ ഇന്ന രീതിയിൽ കട്ട് ചെയ്യണം, സോ അപ്പോൾ ഇന്ന സെക്ഷൻ സെപ്പറേറ്റ് ആക്കി അവർ ഒരു ക്ലിപ്പർ വെച്ച് മാറ്റി വയ്ക്കും. ഇങ്ങനെ സെക്ഷൻ ആക്കി മാറ്റി വെച്ചില്ലെങ്കിൽ ഈസിലി ഓരോ സൈഡ് പെട്ടെന്ന് തന്നെ കൂടുതൽ ലെങ്ത് കട്ട് ചെയ്ത് പോകാനും ചില സമയത്ത് കുറവ് ലെങ്ത് കട്ട് ചെയ്ത് വരാനും സാധ്യതയുണ്ട്. നിങ്ങൾ ഏത് ലുക്കാണോ ട്രൈ ചെയ്യുന്നതിനനുസരിച്ച് ഒരു ഡിഫറെൻറ്റ് ഹെയർ കട്ടിങ് മെത്തേഡ്സ് ആയിരിക്കും യൂസ് ചെയ്യുക. കോമൺ ആയി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് നിങ്ങളുടെ ഹെയർ ഒരു ആംഗിളിൽ നിന്ന് കട്ട് ചെയ്യും, സ്ട്രെയിറ്റ് അല്ലാതെ തന്നെ. ഇത് നാച്ചുറൽ സോഫ്റ്റ് ലെയേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇതൊരു സബ്റ്റിൽ ലെയർഡ് ലുക്കിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കട്ടിങ് മെത്തേഡാണ്. ഈ ഒരു പ്രോസസ്സിൽ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ ഹെയർ ഷോർട്ടറായി കട്ട് ചെയ്യുന്നതിന് മുമ്പ് ബാർബറോട് ജസ്റ്റ് ചോദിക്കാൻ പറയാം. കാരണം ഷോർട്ടർ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് അൺഡു ചെയ്യാൻ കഴിയുകയില്ല, മുടി കട്ട് ചെയ്ത് കഴിഞ്ഞു. സോ ഓരോ തവണ പൊടി ലെങ്ത് കുറയ്ക്കുമ്പോഴും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഹെയർ എല്ലാം അൺക്ലിപ്പ് ചെയ്തിട്ട് എങ്ങനെയാണ് കിടക്കുന്നത് നോക്കുക. ഇനി എല്ലാ ലെയേഴ്സും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാർബർ നിങ്ങളുടെ ഓവറോൾ ഹെയർ ലെങ്ത് ബ്ലെൻഡഡ് ആണെന്നോ ഒന്ന് വിലയിരുത്തും. ഈ സ്റ്റെപ്പും വളരെ ക്രൂഷ്യൽ ആയിട്ടാണ്. കാരണം ഓരോ സ്മോൾ ചേഞ്ചസ് നിങ്ങളുടെ ഓവറോൾ ഹെയർ സ്റ്റൈലിനെ അൺഈവൻ ആക്കി ലുക്ക് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. സോ ഓരോ ആംഗിളിൽ നിന്നും, ഫ്രണ്ടിൽ നിന്നും, സൈഡ്സിൽ നിന്നും, ബാക്കിൽ നിന്നും എല്ലാം നിങ്ങളുടെ ഓവറോൾ ഹെയർ സ്റ്റൈൽ ബാലൻസ്ഡ് ആണെന്ന് ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്യുമ്പോൾ നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഒപ്പം ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഹെയറിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഹൈ ഓടിച്ച് പോകുന്നത്. ഇതിലൂടെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഏത് ഭാഗത്താണ് അൺഈവൻ ആയിട്ട് ഹെയർ നിൽക്കുന്നത്, ഏത് ഭാഗത്താണ് ബ്ലെൻഡഡ് ആയി നിൽക്കുന്നതല്ല. സോ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് മേക്ക് ചെയ്യണമെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഹെയർ കട്ട് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ബാർബർ ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന
ഒരു പ്രോസസ്സിലേക്കാണ് മൂവ് ചെയ്യുക. ഹെയർ കട്ട് ചെയ്തതിന് ശേഷം എങ്ങനെ സ്റ്റൈൽ ചെയ്യുന്നത് ഒരു വലിയ ഡിഫറൻസ് ഉണ്ടാക്കുന്നതായിരിക്കും നിങ്ങളുടെ ഹെയർ എങ്ങനെയാണ് ലുക്ക് ചെയ്യുന്നതെങ്കിൽ. നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ഹെയർ ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഒരു ബ്ലോ ഡ്രയർ ആണ്, എന്നിട്ട് കൂടുതൽ വോളിയം ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. അതെല്ലാം നിങ്ങൾക്ക് വളരെ വേവി ആയിട്ടുള്ള ഹെയർ ആണ്, വളരെ കേർലി ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ ഒരു ഡിഫ്യൂസർ ആണ് യൂസ് ചെയ്യേണ്ടത്. ഇത് നിങ്ങളുടെ നാച്ചുറൽ ടെക്സ്ചേഴ്സിനെ എൻഹാൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ ടൈമിൽ നിങ്ങൾ മസ്റ്റായിട്ട് എങ്ങനെയാണ് ഇവരെ ബ്ലോ ഡ്രൈ ചെയ്യുന്നത്, എവിടെയാണ് ആദ്യം ബ്ലോ ഡ്രൈ ചെയ്യുന്നത്, എവിടെയാണ് ആദ്യം ഡിഫ്യൂസർ യൂസ് ചെയ്യുന്നത്, എല്ലാം കൃത്യമായി നോക്കി വെക്കുക. കാരണം നിങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് പിന്നീടും ഇതേ ലുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ ഇത് മസ്റ്റായിട്ട് അവർ അറിഞ്ഞിരിക്കണം. വൺസ് ആ ഹെയർ സ്റ്റൈൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ ഹെയർ സ്റ്റൈൽ പോലുള്ള ലെയർഡ് കട്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഷേപ്പ് ലൂസ് ചെയ്യാൻ തുടങ്ങും. റെഗുലർലി പോയിട്ട് ട്രിംസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഹെയർ എത്ര സ്പീഡിലാണ് ഗ്രോ ചെയ്യുന്നത് അനുസരിച്ച് ഏകദേശം ഒരു 6 to 8 വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ട്രിം ചെയ്യുന്നത് നിങ്ങളുടെ ഹെയർ കട്ട് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യാനും ആ ഒരു ബെസ്റ്റ് റിസൾട്ട്സ് എപ്പോഴും കീപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി അടുത്ത കാര്യമാണ് റൈറ്റ് ഹെയർ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ഹെയർ ആണുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഒരു വോളിയമൈസിങ് സ്പ്രേയും അതുപോലെ തന്നെ ഹെയർ വല്ലാത്ത രീതിയിൽ ഡ്രൈ ആവാതിരിക്കാനുള്ള ഹെയർ സിറമും യൂസ് ചെയ്യണം. ആൻഡ് ഇനി ഇതെല്ലാം നിങ്ങൾക്ക് വളരെ ടെക്സ്ചേർഡ് ആയിട്ടുള്ള ഹെയർ ആണ്, വളരെ കേർലി വേവി ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ടെക്സ്ചർ എൻഹാൻസ് ചെയ്യാണ് വേണ്ടത്. അതിനുവേണ്ടി ഒരു ടെക്സ്ചറൈസിങ് സ്പ്രേ യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഒരു ബ്ലോ ഡ്രയറും അതുപോലെ തന്നെ ഒരു റൗണ്ട് ബ്രഷും യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സലൂണിൽ ഉണ്ടാവുന്ന സെയിം ലുക്ക് നിങ്ങൾക്ക് വീട്ടിലും റീക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അതെല്ലാം നിങ്ങൾക്ക് കുറച്ചുകൂടി നാച്ചുറൽ ഫിനിഷ് ആണ് വേണ്ടതെങ്കിൽ ഒരു സീൽ സോൾട്ട് സ്പ്രേയും ലൈറ്റ് വെയ്റ്റ് സ്റ്റൈലിംഗ് ക്രീമും ഒരു ടെക്സ്ചറൈസറിങ് ക്രീമും യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നാച്ചുറൽ ഫിനിഷ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആൻഡ് ഈ ഒരു ലെയർഡ് കട്ടുകൊണ്ടുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഏത് ടൈപ്പ് ഫേസ് ഷേപ്പിനും സൂട്ടബിൾ ആണ്. സോ ഓരോ ടൈപ്പ് ഫേസ് ഷേപ്പിനനുസരിച്ചും ഓരോ രീതിയിൽ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ഫേഷ്യൽ ഫീച്ചേഴ്സിനെ എൻഹാൻസ് ചെയ്യുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് തിൻ ഹെയർ ആണുള്ളതെങ്കിൽ നിങ്ങളുടെ ബാർബർ ഇത് എപ്പോഴും വോളിയമൈസ്ഡ് ആയിട്ടിരിക്കുന്ന രീതിയിലായിരിക്കും കട്ട് ചെയ്ത് തരിക. നിങ്ങൾക്ക് വളരെ റൗണ്ട് ആയിട്ടുള്ള ഫേസ് ആണെങ്കിൽ ഈ ഹെയർ ലെങ്ത് ചിന്നിനും അടിയിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ഫേസിനെ കൂടുതൽ എലോങ്ങേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നിങ്ങളുടെ ഫേസിനെ ഓവറോൾ സിമെട്രിക്കലാക്കി തോന്നിപ്പിക്കുകയും ചെയ്യും. അതല്ല നിങ്ങൾക്ക് വളരെ സ്ക്വയർഡ് ആയിട്ടുള്ള ഫേസ് ഷേപ്പാണ്, നിങ്ങളുടെ ജോ ലൈൻ എല്ലാം വളരെ ഷാർപ്പ് ആണെങ്കിൽ രണ്ട് സൈഡിലേക്കും പാർട്ടറായി കിടക്കുന്ന പോലത്തെ സോഫ്റ്റ് ഹെയർ സ്റ്റൈൽ നിങ്ങളുടെ ഓവറോൾ ഫേസിനെ കുറച്ചുകൂടി സോഫ്റ്റ് ആക്കും, ഓവറോൾ ബാലൻസ്ഡ് ആക്കുകയും ചെയ്യും. ഓവൽ ഫേസ് ഷേപ്പാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ്. നിങ്ങൾക്ക് ഏത് രീതിയിലും സ്റ്റൈൽ ചെയ്താലും ദിസ് വിൽ ലുക്ക് ഗുഡ്. നിങ്ങൾക്ക് ഹാർഡ് ഫേസ് ഷേപ്പ് ആണുള്ളതെങ്കിൽ നിങ്ങളുടെ ജോഡ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ ഹെയർ ഫ്രെയിം ചെയ്തിട്ട് ബാക്കിലേക്ക് ഇടുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേസ് ഷേപ്പിനെ കൂടുതൽ ബാലൻസ്ഡ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഏത് ഹെയർ സ്റ്റൈൽ ആണെങ്കിലും പ്രോപ്പറായി ഹെയർ കെയർ ചെയ്തില്ലെങ്കിൽ കുറച്ച് കാലത്തേക്ക് മാത്രമാണ് ഹെയർ ബെസ്റ്റ് ലുക്കിംഗ് ആയിട്ട് കിട്ടുകയുള്ളൂ. സോ നിങ്ങളുടെ ഹെയറിനെ എങ്ങനെ പ്രോപ്പറായി കെയർ ചെയ്യാമെന്നെല്ലാം ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്.